Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ നോട്ട്സും അതുപോലെ തന്നെ എല്ലാ എക്സ്പ്ലനേഷനും എല്ലാ ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണുക, നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. 8 activities are given. Attempt any 6 activities. 8 activities ഉണ്ട് ഇതിൽ. അതിൽ 6 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി നമ്പർ 1, fill in the missing gaps. ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പ്ലാന്റ്സ്, മാംഗോ ട്രീ, വാൻഡ, ലോറാന്തസ്, അതുപോലെ കോമൺ നെയിം, ടോട്ടൽ പാരസൈറ്റ്, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മാംഗോ എന്ന് പറയുന്നത് എന്താണ്? മാംഗോ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണല്ലേ. അപ്പോൾ അവിടെ ഹോസ്റ്റ് പ്ലാന്റ് എന്നാണ് കൊടുക്കേണ്ടത്. വാൻഡ എന്ന് പറയുന്നത് ഓർക്കിഡിനെയാണ്. ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റ് ആണ്. അപ്പോൾ അവിടെ എപ്പിഫൈറ്റ് എന്ന് കൊടുക്കുക. ലൊറാന്തസ് എന്ന് പറയുന്നത് സെമി പാരസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ സെമി പാരസൈറ്റ് എന്ന് കൊടുക്കുക. ഇനി ടോട്ടൽ പാരസൈറ്റിൻ്റെ ഒരു ഉദാഹരണം, ഒരു പ്ലാന്റ് ആണ് അവിടെ എഴുതേണ്ടത്. അത് കസ്കറ്റ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലെ എ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ ടോട്ടൽ പാരസൈറ്റ്? എന്താണ് ടോട്ടൽ പാരസൈറ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്. അഥവാ പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന റൂട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ടോട്ടൽ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും എല്ലാം അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള റൂട്ട്സിനെയാണ്, അത്തരം റൂട്ട്സ് ഉള്ള പ്ലാന്റിനെയാണ് നമ്മൾ ടോട്ടൽ പാരസൈറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തിക്ക് റൂട്ട് ഓഫ് വാണ്ട? എന്താണ് തിക്ക്, വാണ്ടയുടെ തിക്ക് റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് അതിൻ്റെ എല്ലാ മോയ്സ്ചറും അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. അനലൈസ് ദ ഫോളോയിങ് ഡിസീസസ്: ടൈഫോയിഡ്, കോളറ, കോവിഡ്-19, നിപ്പ, ലെപ്റ്റോസ്പിറോസിസ്, ഡെങ്കി ഫീവർ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദീസ് ഡിസീസ് ഇൻ ടു ദ ഡിസീസ് വിച്ച് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് ആൻഡ് ദ ഡിസീസ് വിച്ച് ഡു നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ്. വെക്ടേഴ്സ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നതും സ്പ്രെഡ് ചെയ്യാത്തതുമായിട്ട് ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് എന്നുള്ളിടത്ത് നമുക്ക് കോളറ, കോവിഡ്-19, നിപ്പ, ഡെങ്കി ഫീവർ ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് എന്നുള്ളിടത്ത് ടൈഫോയിഡ്, അതുപോലെ തന്നെ ലെപ്റ്റോസ്പിറോസിസ്, ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി ഇതിലെ ബി ചോദ്യം, വാട്ട് ആർ ദ വെക്ടേഴ്സ്, ഗീവ് എനി 2 എക്സാമ്പിൾസ്. എന്താണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എക്സാമ്പിൾസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് diseases carrying micro organisms into our body. ഏതൊക്കെയാണ്? ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലിയ, മോസ്കിറ്റോ, ബാറ്റ് ആർ സം ഓഫ് ദ വെക്ടേഴ്സ് ഓർഗാനിസംസ്. അപ്പോൾ വെക്ടേഴ്സ് ഓർഗാനിസം എന്ന് പറയുന്നത് നമുക്ക് ഡിസീസസിനൊക്കെ, ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസിൽ നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പക്ഷേ അതിനെ ക്യാരി ചെയ്യുന്ന തരത്തിലുള്ള ഡിസീസസ് കൊണ്ടുവരുന്നതാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? നമുക്ക് റാറ്റ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വെക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുന്നത്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഡിസീസ് വിച്ച് സ്പ്രെഡ് ബൈ വൈറസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ എബോ. മേലെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്നും വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഡിസീസസിന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? കോവിഡ്-19, നിപ്പ. ഇത് രണ്ടും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിലെ ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇവിടെ സൊല്യൂഷന്, സൊല്യൂട്ട്, സോൾവെന്റ് ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സോഡ എന്നതിലെ സൊല്യൂട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതാം. സോൾവെന്റ് ഏതാണ്? സോൾവെന്റ് വാട്ടർ ആണ്. അപ്പോൾ അവിടെ വാട്ടർ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി സാൾട്ട് സൊല്യൂഷനിലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾട്ട് ആണ്, സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ അവിടെ സി ആയിട്ട് സോൾട്ട് എഴുതി കൊടുക്കുക, സോൾവെന്റ് എന്നുള്ളിടത്ത് വാട്ടർ എഴുതി കൊടുക്കുക. ദെൻ ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്? എങ്ങനെയാണ് സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എങ്ങനെയാണ്? സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു എ സോൾവെന്റ് ടു ഫ്രം എ സൊല്യൂഷൻ. എ സോൾവെന്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ സൊല്യൂഷൻ. എന്താണ് പറയുന്നത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്
എന്താണോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റ് ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് ആഡ് ചെയ്യുന്നത് അതിന് ആഡ് ചെയ്യുന്ന സാധനത്തിനെ നമുക്ക് സൊല്യൂട്ട് ആയിട്ടും എന്തിലേക്കാണോ ആഡ് ചെയ്യുന്നത് അതിനെ നമുക്ക് സോൾവെന്റ് ആയിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി വൈ ഈസ് വാട്ടർ കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്? എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? വാട്ടർ ഇസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്, ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടറിന് ഒരുവിധമുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും റിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 4 നോക്കൂ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു ഫുഡ് ചെയിൻ ആണ് തന്നിട്ടുള്ളത്. ഗ്രാസ് ഹോപ്പർ, കോക്ക്, ഫോക്സ്, ടൈഗർ, ഡിയർ, പ്ലാന്റ്, അത്തരത്തിലുള്ള ഒരു ഫുഡ് ചെയിൻ ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫുഡ് വെബ് given above. What will happen when the tiger disappears in this habit? ഈ ഫുഡ് ചെയിനിലെ അല്ലെങ്കിൽ ഈ ഫുഡ് വെബിലെ ടൈഗർ ഡിസപ്പിയറൻസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദ ഡിസപ്പിയറൻസ് ഓഫ് ടൈഗർ ക്യാൻ ലീഡ് ടു ദ ഓവർ പോപ്പുലേഷൻ ഓഫ് എനിമൽസ് സച്ച് ആസ് ഡിയർ, ഫോക്സ് എക്സെട്ര. അവിടെ ടൈഗർ ഡിസപ്പിയറൻസ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള എനിമൽസ് ആയിട്ടുള്ള ഡിയറിനും ഫോക്സിനും ഒക്കെ ഓവർ പോപ്പുലേഷൻ അവർ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ദെൻ ഹൗ ഡു വി ഇൻവാസീവ് ഓർഗാനിസം എഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഹാബിറ്റ്? ഇത്തരം ഒരു ഹാബിറ്റേറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി അല്ലേ? ഇത്തരത്തിൽ ഒരു ഫുഡ് വെബ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി, ദെൻ അൾട്ടറിങ് ഹാബിറ്റേറ്റ്, കമ്പീറ്റിംഗ് വിത്ത് നേറ്റീവ് ഓർഗാനിസംസ് ഫോർ ലിമിറ്റഡ് റിസോഴ്സസ്. അഥവാ അവിടെ എന്താണ് ആ ഒരു ബയോഡൈവേഴ്സിറ്റി തന്നെ ഇല്ലാതാവാൻ വേണ്ടി, റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റേറ്റ് ഒക്കെ ഇല്ലാതാവാനും അതിന് പകരമായിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഇപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗാനിസം കൂടുതലായി കഴിഞ്ഞാൽ അത് ഓവർ പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് നമ്മുടെ നേച്ചറിൽ ഉണ്ടാവില്ല. അപ്പോൾ അതും ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. ഇനി 5th ആക്ടിവിറ്റി ആണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഗ്യാപ്പ്. ഈ മിസ്സിംഗ് ഗ്യാപ്പ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒന്ന്, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? എന്താണ്? our bodies naturally have the ability to control and fight a pathogens once they enter the body. എന്താണ്? നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, അത് നാച്ചുറലായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബി എന്താണ്? നമുക്കറിയാം 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ആണുള്ളത്. ഒന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, മറ്റൊന്ന് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് എഴുതേണ്ടത്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ് ത്രൂ വാക്സിനേഷൻ. വാക്സിനേഷൻ്റെ ത്രൂ ആയിട്ട് നമുക്ക് ചില ഡിസീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക. അതാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നെയിം എനി 2 മാൻഡേറ്ററി വാക്സിൻ ടു ബി ടേക്കൻ ബൈ ദ ഏജ് ഓഫ് 16. 16 എടുക്കുന്ന ഏതെങ്കിലും 2 നിർബന്ധിതമായിട്ടുള്ള വാക്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൻഫ്ലുവൻസ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ MenACWY എന്നുള്ള ഒരു വാക്സിനും എടുക്കാറുണ്ട്. ഇനി നെയിം എനി 2 ഡിസീസ് വിച്ച് ഇറാഡിക്കേറ്റ് ത്രൂ വാക്സിൻസ്. വാക്സിനോട് കൂടി ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഡിസീസസിൻ്റെ പേര് എഴുതാനാണ്. ഒന്ന് ഡിഫ്തേരിയ, മറ്റൊന്ന് ടെറ്റാനീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. ഇത് രണ്ടും നമ്മൾ വാക്സിന് പരമായിട്ടാണ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 6 ആണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. പാത്തോജൻസ്. ഏതൊക്കെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്? ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്നുള്ളിടത്ത് വൈറസ് എന്ന് എഴുതുക, ബി എന്നുള്ളിടത്ത് ഫംഗി എന്നും എഴുതി കൊടുക്കുക. ഇനി റൈറ്റ് എനി 2 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് 2 എഴുതാനാണ്. ഒന്ന് ക്യാൻസർ, മറ്റൊന്ന് ഡയബറ്റിസ്. ഓക്കെ. ഇനി വാട്ട് ഈസ് എ പാൻഡമിക്? ഗീവ് വൺ എക്സാമ്പിൾ. എന്താണ് പാൻഡമിക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ എപ്പിഡമിക് ദാറ്റ് ഹാസ് സ്പ്രെഡ് over several countries or continents, usually affecting a large number of people. എന്താണ്? കൺട്രീസിലോ അല്ലെങ്കിൽ കോണ്ടിനെൻസിലോ ഒക്കെ സ്പ്രെഡ് ആവുന്ന ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരുപാട് പേർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അല്ല, അതൊരു ചെറിയ നമ്പറിനല്ല. ചെറിയ നമ്പറിന് എഫക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ പാൻഡമിക് എന്ന് പറയാറില്ല. ഒരു ഹ്യൂജ് നമ്പർ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പാൻഡമിക് എന്ന് പറയുക. എക്സാമ്പിൾ എന്താണ്? COVID-19 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ആക്ടിവിറ്റി നമ്പർ 7 ആണ് നോക്കാനുള്ളത്.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള അതേ സെയിം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ ബൈ ഫില്ലിംഗ് ഇൻ ദ മിസ്സിംഗ് ഗ്യാപ്സ്. ഈ മിസ്സിംഗ് ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ഇവിടെ വാട്ടർ കൂൾഡ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അത് കൂളാകുമ്പോൾ ഐസാണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഐസ് എന്ന് എഴുതി കൊടുക്കുക. കൂളാകുമ്പോൾ ഐസാണ് ഉണ്ടാവുന്നത്. പിന്നെ അവിടെ ഹീറ്റ് ആകുമ്പോഴോ വാട്ടർ വേപ്പറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബി എന്നിടത്ത് വാട്ടർ വേപ്പർ എന്ന് കൊടുക്കുക. ഇനി ഐസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഏത് സ്റ്റേജാണ്? വാട്ടറിൻ്റെ സോളിഡ് ആണ്. അപ്പോൾ സി എന്നിടത്ത് സോളിഡ് എന്ന് എഴുതി കൊടുക്കുക. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഏത് സ്റ്റേജാണ്? ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ സി ഡി അതുപോലെ തന്നെ ഒന്നാട് കൊടുത്തിട്ടുണ്ട് ലിക്വിഡ്. അപ്പോൾ 3 സ്റ്റേജസ് നമുക്കറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അങ്ങനെ കറക്റ്റായിട്ട് അത് വരും. ഇനി ബി നോക്കൂ, സീ വാട്ടർ കനോട്ട് ബി യൂസ് ഫോർ ഡെയിലി യൂസ് ഡയറക്ട്ലി. വൈ? എന്തുകൊണ്ടാണ് നമുക്ക് സീ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ്സ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് വേരിയസ് സോൾട്ട്. ഒരുപാട് സോൾട്ട് കണ്ടെയ്നർ കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മളത് യൂസ് ചെയ്യാത്തത്. ദെൻ വാട്ട് ആർ ദ വേരിയസ് യൂസ് ഓഫ് ഐസ്? ഐസിൻ്റെ വേരിയസ് യൂസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിങ്സ്. എന്താണ്? ഫുഡൊക്കെ സ്പോയിൽ ചെയ്യുന്നതിന് പ്രിസർവ് ചെയ്യാൻ പറ്റും. ടു പ്രിസർവ് മെഡിസിൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ദെൻ ആർട്ട് വർക്ക്സ് വിത്ത് ഐസ് കൊണ്ടുള്ള ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ദെൻ 8th ആക്ടിവിറ്റി ആണ് നെയിം ദ ഗ്യാസസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ഏതാണ്? ഫോട്ടോസിന്തസിസിനും റെസ്പിറേഷനും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദ നെയിം ദ മൈക്രോസ്കോപ്പിക് പോൾസ് ഇൻ ദ ലീവ്സ് ത്രൂ വിച്ച് ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ്. ആ പോൾസിനെ പറയുന്ന പേര് സ്റ്റൊമേറ്റ് എന്നാണ് അല്ലേ? സ്റ്റൊമേറ്റ് എന്ന് കൊടുക്കുക. ദെൻ ഫിൽ ഇൻ ദ മിക്സിംഗ് ഗ്യാപ്സ് ആണ്. റെസ്പിറേഷൻ നടക്കുമ്പോൾ നൈറ്റ് ടൈമിലാണ്. എ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ട് പോകുന്നത് ഓക്സിജൻ ആണ്. ബി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അവിടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ആൻസേഴ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാതും കൂട്ടുകാർ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ച് എക്സാമിന് പോവുക. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.